നത്തൂടെയാണ് അന്ന് നിൽക്കേണ്ടത്. നത്തുവെന്നാന്ന് പറഞ്ഞെങ്കിൽ 19,000 അടിക്കുക. ടൈം നോക്കിയാൽ കാണും. വിസിബിലിറ്റി ഇല്ല. വിസിബിലിറ്റി 3 മീറ്റർ 4 മീറ്റർ ഒക്കെ 4 മീറ്റർ ഉള്ള ആളെ ആളെ കാണാൻ പറ്റുന്നില്ല. ചിലസം കാണാം, അങ്ങനത്തെ കാണാം. വിസിബിലിറ്റി ഇല്ല. അപ്പോൾ ആദ്യത്തെ ഫോട്ടോ വായിക്കട്ടെ യോസിക്ക് കൂടെ നോക്കുന്നു. പക്ഷേ വിസിബിലിറ്റി എന്താണ്? അത് മറ്റേ കമ്മ്യൂണിക്കേഷൻ മറ്റേ കൊടുക്കും. വിളിച്ചാൽ എന്നിട്ട് റിപ്പോർട്ട് കിട്ടും. 5 മണിക്ക് റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് ഞാൻ ഈ ഒരു ജി എം ഇൻഫൻട്രി മറ്റേ ഞങ്ങളൊക്കെ ചെറിയ ഗ്രൂപ്പുണ്ട്. അതിലൊക്കെ അത് അയച്ചു കൊടുക്കും. അത് ദിവസം കൊടുക്കണം. അപ്പം പറ്റാത്ത ദിവസമായിട്ടാണ് ഇൻഫൻട്രി വിളിച്ചിട്ട് അവർ ബാങ്കറിൽ നിന്നോളാൻ പറയും. ബാങ്കറുണ്ടേ, കുടിക്കുത്തിയ ബാങ്കറുണ്ട്. അതിലാണ് ഒരു ദിവസം. പിന്നെ അവർ ഒന്ന് ഈ ബോംബൊന്നും ഇല്ല. OTM STM എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ വലിയ പീരങ്കി. അവർ പീരങ്കി 25-30 കിലോമീറ്റർ ദൂരത്ത് പോയിട്ടാണ് അങ്ങനത്തെ. അപ്പോൾ ഒരു തവണ ഇതാ ഡേറ്റ് എന്ന് പറഞ്ഞു ഒരു 3 ദിവസം പിന്നെയും അങ്ങനെ ഫയറിങ്. അതിലൊരു ബറ്റാലിയൻ ഒരാളുകൾ ബാക്കി അയച്ചു. അതിൽ നിന്ന് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ടും ഇവിടെ വന്നു. അതോ ഒന്നും അമ്മച്ചക്ക് അമ്മമ്മയ്ക്ക് അമ്മമില്ല നെല്ലുവിളിക്കാൻ കഴിഞ്ഞു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഞാനെത്തി മുളക്കര കുമാരനാണ്. മുളക്കരയ്ക്ക് ഇവിടെ എടുക്കുമാരൻ അവനെ വഴിയിൽ വെച്ച് കണ്ട അപ്പോഴാണ് അപ്പം അതായത് അവരെ കുറ്റല്ല. ആരാ മരിച്ച് ആരാ ജീവിച്ചിരിക്കുന്നത് അറിയുന്നില്ല. ഒന്നാമത് അവിടെ വിസിബിലിറ്റി കമ്മിയാണ്. 8 മണി വരെ 9 മണി വരേക്ക്. 9 മണി വരെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും മഞ്ഞ കാണാൻ പറ്റും. സൂര്യപ്രകാശം ഇല്ലാത്ത ദിവസം ഉണ്ടായി. അപ്പോൾ തിരയാനും പറ്റില്ല. പിള്ളേർ കൂടെ ഞാനും പോയി. ഞാൻ പോയില്ല. എൻ്റെ ജോബ് തന്നെ